ഞാൻ വെലുപ്പള്ളി ഇടവനിൽ നിന്ന് വരുവാണ്. ഞാനിവിടെ 7 ബുധനാഴ്ച അടുപ്പിച്ച് വന്നുകൊണ്ടിരുന്നു. അടുപ്പിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും 8ാമത്തെ ബുധനാഴ്ച എനിക്ക് വരാൻ പറ്റിയില്ല. എൻ്റെ മോന് പനിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. 3 ദിവസം മോന് ഭക്ഷണമൊന്നും കഴിക്കാതെ വെള്ളമൊന്നും കഴിക്കാതെ കിടന്നു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഡെങ്കിപ്പനിയാണെന്ന് പറഞ്ഞു. കൗണ്ട് ഒത്തിരി കുറഞ്ഞു പോയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് 3ാമത്തെ ദിവസം 3 ദിവസം ട്രിപ്പ് ഇട്ട് കിടത്തിയിരിക്കുമായിരുന്നു. ഞാൻ വീട്ടിൽ പോയിട്ട് തിരിച്ച് നടന്ന് ഇവിടെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴത്തേക്കും ഞാനിപ്പോൾ അന്നേരം ഓർത്തു, ഇപ്പോൾ ഇവിടെ ജീവകാരുണ്യഭവനെ ആരാധന നടന്നുകൊണ്ടിരിക്കുവാണല്ലോ ദൈവമേ, എൻ്റെ മോൻ ഡെങ്കിപ്പനിയായിട്ട് കിടക്കുന്നു, ഒത്തിരി കൂടുതൽ കൗണ്ട് കുറഞ്ഞുകൊണ്ട് വന്നിരിക്കുക. അങ്ങനെ ഞാൻ ചെല്ലുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും എൻ്റെ മോൻ, ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഇച്ചിരി വെള്ളവേലും ഒന്ന് കുടിക്കണം, ഞാൻ വിളിക്കുമ്പോൾ എണ്ണീറ്റ് വരണമെന്നൊക്കെ പ്രാർത്ഥിച്ച് അവിടെ വഴിയെ കൂടെ തന്നെ ഞാനിവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന് പ്രാർത്ഥിച്ച് ആരാധന ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ട് നേരിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ മോൻ തളർന്ന് കിടക്കുമായിരുന്നു. അത് കഴിഞ്ഞു കുറേ കഴിഞ്ഞ് ഞാൻ വിളിച്ചപ്പോഴെല്ലാം മൂളി കിടക്കുമായിരുന്നു. അങ്ങനെ ഇവിടുത്തെ കുർബാനയും തീരുന്ന സമയമെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് മോൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, മമ്മി എനിക്ക് ഇച്ചിരി കഞ്ഞി തരാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഇച്ചിരി കഞ്ഞി കൊടുത്തു, അത് കുടിച്ചു. അത് കഴിഞ്ഞ് ഇച്ചിരി ഡോക്ടർ പറഞ്ഞു കപ്പളങ്ങ കൊടുക്കാനാണ് പറഞ്ഞത്. കപ്പളങ്ങയുടെ ജ്യൂസ് ഒരു ഗ്ലാസ് കുടിച്ചു, ഒരു ഓറഞ്ചും തിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വൈകുന്നേരം ഡോക്ടർ വന്ന് ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്തു. പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞു കൗണ്ട് ഒത്തിരി കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പിന്നെ ബ്ലഡ് എടുത്തപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു നല്ല നോർമലായി, മോനെയും കൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ 5ാം പക്കം ബ്ലഡിൻ്റെ കൗണ്ട് 1,83,000 കൗണ്ട് കൂടി 5ാം പക്കം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയി. അങ്ങനെ ഇപ്പം മോൻ സുഖമായിട്ടിരിക്കുന്നു. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ദിവികാണി മരിഭവനത്തിൽ ഇവിടെ വരാൻ സാധിച്ചില്ലെങ്കിലും കുർബാന മനസ്സിൽ കണ്ടുകൊണ്ട്, ആരാധന മനസ്സിൽ കണ്ടുകൊണ്ട്, സ്തുതിച്ചുകൊണ്ട് വ്യക്തിപരമായ തീരുമാനമെടുത്തു ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന്. കുർബാനയുടെ അഭിഷേകം ബലിയർപ്പണത്തിൽ നിന്ന്, ബലിപീഠത്തിൽ നിന്ന്, ആരാധനയിൽ നിന്ന് ആ കുഞ്ഞിലേക്ക് വ്യാപരിക്കുകയായിരുന്നു. 5ാം ദിവസം ഡിസ്ചാർജായി മാറി. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.